പി സന്തോഷ് കുമാർ എം പി ചേരുന്നുണ്ട്. എം പി, വിധി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഇതിനെ കാണാൻ? ഇന്നലെ കണ്ടപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു ഉറപ്പ് എന്നല്ല, ഒരു പ്രതീക്ഷ പങ്കുവെച്ചത് ഇന്നേക്ക് അത് കിട്ടുന്ന തരത്തിലാണ്. അപ്പൊ അതിനർത്ഥം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ സമയം ഉണ്ടാവുന്നതാണല്ലോ. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പൊ കിട്ടുന്നത്. ഞങ്ങൾ വസ്തുതകൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ അങ്ങനെ പറയാമെന്ന് ഒരു പരിമിതി ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇന്നലെ പറഞ്ഞ അതേ രീതിയിലല്ല പ്രതികരണം ഉണ്ടായെന്നാണ് ഇപ്പൊ സംശയിക്കേണ്ടത്. എന്തായാലും ഞാൻ ഇപ്പോഴും ഉറച്ച പ്രതീക്ഷയിലാണ്. നാളെ കിട്ടുമെന്നാണ് ഇപ്പൊ പങ്കുവെക്കാൻ. നാളെ ഇപ്പൊ അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റന്നാൾ ഞായറാഴ്ചയാണ്, അത് കഴിഞ്ഞ് ഹൈക്കോടതി. എപ്പോഴും നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പൊ ഇവിടെ ആളുകളോട് സംസാരിച്ചില്ല, കോൺവെന്റിലുള്ള അവരുടെ ഒരു പ്രതീക്ഷ. ഈക്വലി അവര് ഇനിയും ഇവിടെ പ്രവർത്തിക്കേണ്ടവരാണ്, മുന്നോട്ട് പോകേണ്ടവരാണ്. അവരുടെ മനസ്സിലൊരു നിസ്സഹായത ഉറപ്പായിട്ടുണ്ടല്ലോ. എല്ലാവരും കേരളത്തിന്റെ ആകെ പിന്തുണയുള്ള ഒന്നാണ്. അപൂർവം ചില വർഗീയവാദികൾ ഒഴികെ ബാക്കി എല്ലാവരും കേരളത്തോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭമാണ്, രാജ്യത്തോടൊപ്പം. ശരി, താങ്ക് യു. എന്തായാലും എം പിമാർ ഇവിടെ തുടരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രതീക്ഷയോടുകൂടി ആശ്വാസത്തോടുകൂടി നല്ല വാർത്ത വരുമെന്ന ഒരു ആകാംക്ഷയോടുകൂടി നാളെ രാവിലെ 11 മണിയിലേക്ക് കാത്തു നിൽക്കുകയാണ്. 8 ദിവസമായി നമ്മുടെ കന്യാസ്ത്രീകൾ ജയിലിലാണ്. നാളെയും കൂടി, ഇന്ന് രാത്രി കൂടി കഴിയുമ്പോൾ 9 ദിവസമാകും. 9 ദിവസവും കഴിഞ്ഞ് നാളെ പുലരുന്നത് ഒരു പ്രതീക്ഷയുടെ ദിവസത്തിലേക്കാകുമോ എന്നതാണ് ചോദ്യം. പക്ഷേ അപ്പോഴും കരുതി വീഴ്ത്തി നിൽക്കുന്ന ഒരു കാര്യം, പ്രോസിക്യൂഷൻ എതിർത്തു, ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു, BJP വാക്കുപാലിച്ചില്ലേ എന്ന ചോദ്യമുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച വിശദാംശം അല്പസമയത്തിനകം പുറത്തു വരും. പക്ഷേ നമുക്ക് പ്രതീക്ഷയുള്ള കാര്യം, വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. കേസിന്റെ ഡയറി വിളിപ്പിച്ചതിന് ശേഷമാണ് വാദം നടന്നത്. വളരെ ശക്തമായ വാദമുഖങ്ങൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഉയർത്തിയിട്ടുണ്ട് എന്ന് വിവരമുണ്ട്. എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് നാളത്തേക്ക് കാത്തിരിക്കാം. ഇന്ന് വാദം പൂർത്തിയായിരിക്കുന്നു. പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം എന്നുള്ളതാണ് നേരത്തെ MP സൂചിപ്പിച്ച പോലെ തന്നെ. MP-യോട് ചോദിക്കുമ്പോഴും ഇല്ല, നാളേക്കുള്ള ഉറപ്പിൽ, നാളേക്കുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറയുന്ന പോലെ എല്ലാ മലയാളികളും, എല്ലാവരും, എല്ലാ മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ആ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്.